ഇനി കൂടുതൽ വിദേശ വാർത്തകൾ. ഇന്ത്യൻ സമുദ്രത്തിൽ ബ്രിട്ടന്റെ കൈവശമുള്ള ഷാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് വിട്ടു നൽകുന്ന ഉടമ്പടിയിൽ ഇന്ന് ഒപ്പുവയ്ക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ റംഗാലുമാണ് കരാർ ഒപ്പിടുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ ഏകദേശം 60 ദ്വീപുകൾ ചേർന്നതാണ് ഷാഗോസ്. ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർഷ്യ 99 വർഷത്തേക്ക് ബ്രിട്ടന്റെ ഉടമസ്ഥതയിൽ തുടരും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്വം യുഎസിനായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്ന രാജ്യാന്തര മാധ്യമത്തിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്ടറസിന് അയച്ച കത്തിലും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശനത്തിനിടെ വിദേശ നയതന്ത്ര പ്രതിനിധികളുടെ സംഘത്തിനു നേരെ ഇസ്രായേൽ സൈനികർ വെടിയുതിർത്ത സംഭവത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ അപലപിച്ചു. ഫ്രാൻസും ഇറ്റലിയും ഇസ്രായേൽ അംബാസഡർമാരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി. നയതന്ത്ര സംഘം അംഗീകൃത വഴിയിൽ നിന്നും മാറി മറ്റൊരു മേഖലയിൽ പ്രവേശിച്ചപ്പോൾ അവരെ മടക്കിവിടാനാണ് മുന്നറിയിപ്പ് വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു. യുഎസിൽ ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന സംഭവം ഹൃദയഭേദകമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഭീകരതയ്ക്കും വിദ്വേഷത്തിനും ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ യുഎസിലെ ഇസ്രായേൽ നയതന്ത്ര ദൌത്യങ്ങൾക്കായുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചു.